PM ശ്രീ പദ്ധതിയോട് സംസ്ഥാന സർക്കാരിനും CPM-നും എന്താണ് ഇത്ര താല്പര്യം? ചോദിക്കുന്നത് LDF-ലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ CPI ആണ്. ഇന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ എതിർപ്പുയർത്താൻ CPI തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കാവുവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് CPI പറയുന്നത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ട മന്ത്രി ശിവൻകുട്ടി പറയുന്നത് സമയമാകുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താമെന്നാണ്. അവരുടെ ജനറൽ സെക്രട്ടറി MA ബേബി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനൊപ്പമില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തെ CPM-ന് സർക്കാരിന് വലിയ താല്പര്യമാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ. ലഭിക്കുന്ന പണമാണ് പ്രധാനം, അല്ലാതെ ആശയങ്ങളല്ല എന്ന് വ്യക്തമാക്കുകയാണ് പാർട്ടിയും മന്ത്രിയും. CPI ഇന്ന് മന്ത്രിസഭാ യോഗത്തിലും അതിശക്തമായ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയെന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ മന്ത്രിമാർ ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് പറയുമ്പോഴും വി ശിവൻകുട്ടിയും സർക്കാരും ഒപ്പം മുഖ്യമന്ത്രിയും CPM ഒക്കെ ഈ പദ്ധതിക്ക് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് ആകട്ടെ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം പങ്കുവെക്കുന്നു. VD സതീശനും KC വേണുഗോപാലും രണ്ട് നിലയിലാണ് ഇക്കാര്യങ്ങളെ കാണുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഈ പദ്ധതിയിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. നമുക്ക് 9 മണി വാർത്തയിൽ പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. കേരളത്തിൽ നാണക്കേടായി രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിനിടയിലെ വലിയ സുരക്ഷാ വീഴ്ച. ഹെലിപ്പാഡിന് കോൺക്രീറ്റ് ഇട്ടത് ഇന്നലെ രാത്രി. ഉറയ്ക്കാത്ത സിമെന്റിൽ ഹെലികോപ്റ്റർ താഴ്ന്നു. തള്ളിമാറ്റി പോലീസും ഫയർഫോഴ്സും. പരിഹാസ്യ പരാമർശവുമായി കോന്നി MLA. ഹെലിപ്പാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു. അപ്പൊ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാൽ എന്താ പ്രശ്നം? ഇത് ഉയർത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു എന്ന് വെക്കുക. ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത്? വിശദീകരണം ചോദിച്ചു കേന്ദ്രം. ബീഹാറിൽ പരിഹാരമാകാതെ ഇന്ത്യ സഖ്യത്തിലെ തർക്കം. 10 മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ നേർക്കുനേർ. CPI-യുടെ 6-ൽ 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി നാളെ. അവസാനവട്ട ചർച്ചകളിൽ കോൺഗ്രസും RJD-യും. PM ശ്രീ പദ്ധതിയിൽ നിലപാടിൽ ഉറച്ച് CPI. എതിർപ്പ് ശക്തമായി തുടരാൻ CPI എക്സിക്യൂട്ടീവിൽ തീരുമാനം. കൃത്യമായ വിശദീകരണം നൽകാനാവാതെ സംസ്ഥാന സർക്കാർ ഒപ്പിടുമോ എന്ന ചോദ്യത്തിന് ആ സമയത്ത് പറയാമെന്ന് മന്ത്രി ശിവൻകുട്ടി. പദ്ധതിയെ ചൊല്ലി കോൺഗ്രസിലും ഭിന്നാഭിപ്രായം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധത്തിൽ. ഇടക്കാല വിധിയിലെ പരാമർശം നീക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഹൈക്കോടതിയെ സമീപിക്കും. ദേവസ്വം ബോർഡ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ബോർഡ് പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷം. ക്ലിഫ് ഹൗസിന് മുന്നിൽ പ്രക്ഷോഭവുമായി ആശമാർ. മൈക്കും സ്പീക്കറും പിടിച്ചെടുത്ത് പോലീസ്. ആശമാർക്കും പോലീസിനും പരിക്ക്. മുഖ്യമന്ത്രി കാണുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ച് ആശമാർ. താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറി സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. പ്രതിഷേധക്കാർ വാഹനങ്ങൾ തകർക്കുന്നതും പോലീസിനെ ആക്രമിക്കുന്നതും വ്യക്തം. ഗൂഢാലോചന ആരോപിച്ച് CPM-ഉം ലീഗും. ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഉടമ. ഇസ്രായേലിനെ അധിനിവേശ ശക്തിയായി വിലയിരുത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതി. UN സഹായ ഏജൻസിക്ക് സൗകര്യമൊരുക്കണമെന്ന ഉത്തരവ്. വെസ്റ്റ് ബാങ്കിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള ബില്ലിന് അംഗീകാരം നൽകി ഇസ്രായേൽ പാർലമെന്റ്. കേരളത്തിന് നാണക്കേട്. ശബരിമല സന്ദർശനത്തിൽ രാഷ്ട്രപതി എത്തിയപ്പോൾ വൻ സുരക്ഷാ വീഴ്ച. രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ കോൺക്രീറ്റിൽ താഴ്ന്നു. രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു.
പുറത്തിറങ്ങി തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. തുടർന്ന് മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് പുറപ്പെട്ടു. ഉറയ്ക്കാത്ത കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ചക്രം താഴുന്നതോടെ 30ഓളം പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് തള്ളി നീക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വൻ സുരക്ഷാ വീഴ്ചയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. വിഷയത്തിൽ അന്വേഷണവും നടപടികളും ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഇപ്പോൾ സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രഥമ പൗരയ്ക്ക് പറ്റിയ അവർ വന്ന ഹെലികോപ്റ്ററിന് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്തു ജാഗ്രതയാണ്? എന്തൊക്കെ തരത്തിലുള്ള വിശദീകരണം ഉണ്ടായാൽ പോലും ഇത് ന്യായീകരിക്കാവുന്നതല്ലോ. രാവിലെ 8:30 രാഷ്ട്രപതി ശബരിമല ദർശനത്തിനായി പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. അവിടുന്ന് റോഡ് മാർഗമാണ് പിന്നീട് രാഷ്ട്രപതി പമ്പയിലെത്തി. പമ്പ ഗണപതി കോവിലിലാണ് കെട്ട് നിറച്ചതിന് ശേഷം പോലീസ് ക്രമീകരിച്ച ഗൂർഖ വാഹനത്തിലാണ് പിന്നീട് സന്നിധാനത്തെത്തിയത്. സന്നിധാനത്ത് 18ാം പടി കയറി ഇരുമുടിക്കെട്ടുമായി വന്ന രാഷ്ട്രപതിയെ ദേവസ്വം മന്ത്രി വാസവനും ഒപ്പം പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം തന്ത്രി അടക്കമുള്ള ആളുകൾ മന്ത്രിയെ പൂർണ്ണ കുമ്മം നൽകിയാണ് സ്വീകരിച്ചത്. 15 മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ രാഷ്ട്രപതി അയ്യപ്പനെ കണ്ടു തൊഴുതു. അതിനുശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിലായിരുന്നു വിശ്രമം. ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് രാഷ്ട്രപതി പിന്നീട് തിരികെ ഈ ഗൂർഖ വണ്ടിയിൽ തന്നെ തിരികെ പമ്പയിലെത്തിയത്. എന്തായാലും തിരിച്ച് വരുന്ന സമയത്ത് അല്പം തടസ്സമുണ്ടായി. രാഷ്ട്രപതിയുടെ വാഹനം കടന്നു വരുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടായി. പമ്പ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം മരം കടപുഴകി വീഴുന്നു. അത് വെട്ടിമാറ്റിയ ശേഷമാണ് പിന്നീട് രാഷ്ട്രപതിയുടെ വാഹനം തിരികെ പ്രമാണത്തെത്തിയതിനു ശേഷം ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി തിരികെ മടങ്ങിയത്. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായതായാണ് പ്രധാനമായും വിമർശനം ഉയരുന്നത്. അത് പ്രധാന കാരണം ഇന്നലെ നിശ്ചയിച്ചിരുന്നത് രാഷ്ട്രപതി നിലയ്ക്കലിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്നും റോഡ് മാർഗം സന്നിധാനത്ത് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് രാഷ്ട്രപതി എത്താൻ വേണ്ടി പിന്നീട് ക്രമീകരിക്കുകയായിരുന്നു. രാത്രിയായിരുന്നു പ്രമാടത്ത് ഈ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നതിനുള്ള ഹെലിപ്പാഡ് അടക്കം നിർമ്മിച്ചത്. അത് കോൺക്രീറ്റൊക്കെ ഇട്ടാൻ ഉണങ്ങി വരാനൊക്കെ താമസമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിൻ്റെ ടയറുകൾ അവിടെ ഹെലിപ്പാഡിൽ താഴുന്നൊരു സാഹചര്യമുണ്ടായി. അത് സുരക്ഷാ വീഴ്ചയായിട്ട് കണക്കാക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഈ ഹെലികോപ്റ്ററിന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഹെലികോപ്റ്റർ പിന്നീട് ഈ ടയർ താഴ്ന്നു പോയ സാഹചര്യത്തിൽ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി മാറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും ക്യാപ്റ്റൻ്റെ ഈ പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ചെയ്തതെന്നാണ് ഇപ്പം MLA അടക്കമുള്ള ആൾക്കാർ വ്യക്തമാക്കുന്നത്. കളക്ടർ മാത്രമാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അത് സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള കാര്യമാണ് ആൻ്റണി MP അടക്കം വ്യക്തമാക്കുന്നത്. രാഷ്ട്രപതിയെ പോലെ ഉള്ള ഒരു വ്യക്തി വരുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് ആൻ്റണി ചൂണ്ടിക്കാണിക്കുന്നത്. നിലയ്ക്കലിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു സുരക്ഷിതമായൊരു കേന്ദ്രം ഒരുക്കണമായിരുന്നു, നേരത്തെ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യമാണ് ആൻ്റണി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് ജനീഷ് കുമാർ MLA വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം അത്തരത്തിലൊരു ഈ ടയർ താഴ്ന്നൊരു സാഹചര്യം ഉണ്ടായാലും ചെറിയ തോതിൽ മാത്രമാണ് ഉണ്ടായത്. അത് പ്രധാനമായും പൈലറ്റ് പറഞ്ഞ അനുസരിച്ചാണ് ഹെലികോപ്റ്റർ തള്ളി നീക്കിയത് എന്നുള്ള കാര്യമാണ്. അത് അത്തരത്തിൽ സുരക്ഷാ വീഴ്ചകളൊന്നും ഉണ്ടായില്ല എന്നാണ് ജനീഷ് കുമാർ വ്യക്തമാക്കുന്നത്. ജില്ലാ കളക്ടറും സമാനമായ രീതിയിൽ തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം നടപടികൾ വല്ലതും ഉണ്ടാകണമെങ്കിൽ ആ നടപടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. എന്തായാലും രാഷ്ട്രപതി ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. DGPക്ക് പിന്നാലെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറും വ്യക്തമാക്കി. ചെറിയ തോതിൽ മാത്രമാണ് ടയർ താഴുന്നത്. സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഹെലികോപ്റ്റർ ഇതേ സ്ഥലത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്യില്ലായിരുന്നുവെന്നും കളക്ടർ പറയുന്നു. ഒരു വിധത്തിലുള്ള ആശയക്കുഴപ്പവും നമുക്കതിനകത്ത് ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ അവരുടെ തന്നെ ടീം വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ H എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഹെലികോപ്റ്റർ നോർമലി ലാൻഡ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ടോട്ടൽ ഏരിയ കോൺക്രീറ്റ് ചെയ്തപ്പോൾ സെൻട്രൽ പോർഷൻ ആണ് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻസ് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നു. അതാണ് ചെയ്തത്. ഇവിടെ ആദ്യം കോൺക്രീറ്റ് ചെയ്തു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കോൺക്രീറ്റ് ചെയ്ത അടുത്താണ് ഫസ്റ്റ് ഇത് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് 2 ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 2ഉം 3ഉം ഈ ഫസ്റ്റ് ഹെലിപാഡിനെക്കാട്ടി താമസിച്ചാണ് കോൺക്രീറ്റ് ചെയ്തത്. അവിടെ രണ്ടിടത്തും നമ്മൾ
ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയുടെ യാതൊരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായ ഒരു ചെറിയ വിഷയം എന്ന് പറയാൻ പറ്റില്ല. ഇവര് ലാൻഡ് ചെയ്ത് എച്ചിനെക്കാട്ടി കുറച്ചുകൂടെ പുറകോട്ടേക്കായിരുന്നു ലാൻഡ്. ടെയിൽ എൻഡ് കുറച്ചേക്ക് പുറകോട്ട് വന്നു. ആ പുറകോട്ട് വന്നപ്പോൾ ഫ്രഷ് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിപ്രഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല. 1/2 ഇഞ്ചിന്റെ ഭാഗത്ത് എന്തോ ചെറിയൊരു സിങ്കിങ് വന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ള ആൾക്കാരാണ് വന്ന് പറഞ്ഞത് അതൊന്ന് ബിക്കോസ് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൂവിന്റെ അടുത്ത് തള്ളി അത് എച്ചിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു. അത് നമ്മുടെ പോലീസ് അടക്കമുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് എച്ചിലേക്ക് മൂവ് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യം അങ്ങനെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ സെയിം ഹെലിപാഡിൽ നിന്ന് തന്നെ പിന്നെ ഒരിക്കലും ടേക്ക് ഓഫ് ഇല്ല മേഡത്തിന്. ഇതാണ് കളക്ടർ നൽകുന്ന വിശദീകരണം. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ആന്റോ ആന്റണി MP ആരോപിച്ചു. പ്ലാൻ ബിയെ കുറിച്ച് ഫലപ്രദമായി ആലോചിച്ചില്ലെന്നും കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം കിട്ടാത്തതാണ് ഹെലികോപ്റ്റർ താഴാൻ കാരണമെന്നും ആന്റോ ആന്റണി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നുള്ളത് ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്ലാൻ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഇന്നലെ രാത്രിയാണ് നിലയ്ക്കലെ ക്ലൈമറ്റിലുണ്ടായിരിക്കുന്ന ആ വലിയ മാറ്റം കണ്ട് അവിടെ പ്രതിസന്ധി ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ഇവിടെ പിന്നെ കട്ട നിരത്താനും അതുപോലെ മെറ്റൽ നിരത്താനും കോൺക്രീറ്റ് നിരത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പക്ഷെ ആ ശ്രമങ്ങളുടെ രാത്രി മുഴുവൻ മഴയായിരുന്നു, രാവിലെയും ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഈ നിരത്തിയ കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം അവിടെ കിട്ടിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് രാഷ്ട്രപതിയുടെ പരിഗണന, രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രോട്ടോകോളിൽ ഒന്നാമതാണ്. പ്രൈം മിനിസ്റ്റർ 3 ഉള്ളൂ. 1 എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പം ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ? ആ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചില്ല. സന്നിധാനത്ത് അയ്യപ്പനെ തൊഴുതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു മടങ്ങിയത്. പമ്പ സ്നാനത്തിന് ശേഷം പമ്പാ ഗണപതിക്ക് മുന്നിൽ ഇരുമുടിക്കെട്ട് നിറച്ചായിരുന്നു രാഷ്ട്രപതി സന്നിധാനത്തേക്ക് തിരിച്ചത്. ഗൂർഖ ജീപ്പിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. 18ാം പടി കയറിയെത്തിയ രാഷ്ട്രപതിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. പിന്നീട് മാളികപ്പുറത്തും രാഷ്ട്രപതി ദർശനം നടത്തി. അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു മലയിറങ്ങി. നമുക്കിനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക് പോകാം. കോൺക്രീറ്റിൽ ഹെലികോപ്റ്ററിന്റെ ടയർ താഴ്ന്നാൽ എന്താണ് കുഴപ്പമെന്നും ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ ഉയരുന്നതെന്നുമായിരുന്നു കോന്നി MLA ജനീഷ് കുമാറിന്റെ ചോദ്യം. പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങിയ ഹെലിപ്പാഡിന്റെ കോൺക്രീറ്റ് താഴ്ന്നതാണ് ഈ സംഭവത്തിന് പശ്ചാത്തലം. അത് താഴ്ന്നാൽ എന്താ പ്രശ്നം? ഇനി കോൺക്രീറ്റ് ഇത്ര താഴ്ന്നു വെക്കുക, ഹെലികോപ്റ്റർ മുകളിലോട്ട് പറക്കുകയല്ലേ, അതിനെന്താണ് പ്രശ്നമെന്നായിരുന്നു MLA വളരെ ഈ തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചത്. വലിയ പരിഹാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതും മറ്റും. കാരണം പ്രതികരിക്കേണ്ട ഒരാളല്ല ആ വിഷയത്തിൽ വളരെ അമച്വറായി പ്രതികരിച്ചത് എന്നുള്ളതാണ് പല പോസ്റ്റുകളിലും വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് വന്ന ഹെലിപ്പാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു.
അപ്പൊ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാൽ എന്താ പ്രശ്നം? ഇത് ഉയർത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു എന്ന് വെക്കുക, ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായ വാർത്തയാണ്. അരമണിക്കൂർ കൊണ്ട് അത് സെറ്റാവുന്ന നിലയിലുള്ള റെഡിമിക്സ് കോൺക്രീറ്റ് ആണ് ഇട്ടത്. അത് നമ്മളല്ലല്ലോ പരിശോധിക്കുന്നത്, നമ്മളാരും അല്ലല്ലോ പരിശോധിക്കുന്നത്. പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ. എയർഫോഴ്സ് വന്ന് പരിശോധിച്ച് അവരെല്ലാ പെർമിഷനും കൊടുത്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഓരോ നീക്കങ്ങളും. അപ്പൊ അതെല്ലാം അതിന്റെ സുരക്ഷിതമാണ്. പോറ്റി എല്ലാം പറയുമോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരായ ഹൈക്കോടതി വിമർശനത്തോടെ സർക്കാരും ദേവസ്വം ബോർഡും വലിയ പ്രതിരോധത്തിലാണ്. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സതീഷിന്റെ വാക്കുകളിലേക്ക്. ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. ഇതിനിടെ ഇടക്കാല വിധിയിലെ പരാമർശം നീക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതിയെ സമീപിച്ചു എന്ന വാർത്തയും ഇന്ന് പുറത്തുവന്നു. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ നിലവിലെ പ്രസിഡന്റ് നിർദ്ദേശിച്ചു എന്ന പരാമർശം നീക്കാനാണ് ശ്രമം. PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനുള്ള സർക്കാർ ശ്രമങ്ങൾക്കിടയിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഞാൻ പറഞ്ഞ് അയാളുടെ ഇടപെട്ടതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ കൊടുത്തുവിട്ടു എന്നാണ് ഒരു പരാമർശമായി വന്നിരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അത് ഈ കോടതി അതിലൊരു ചെറിയ തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിന്ന് കോടതിയെ സമീപിക്കും. അതായത് കൊടുത്തുവിട്ടു അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കൊടുത്തുവിട്ടത് കൃത്യമായ പ്രൊസീജിയർ പാലിച്ചല്ലേ കൊടുത്തുവിട്ടിരിക്കുന്നത്. പിന്നെ അയാൾക്കുണ്ടായ ഒരു തിരുവാഭരണ കമ്മീഷണർക്ക് ഉണ്ടായ ഒരു ആ സ്ഥാപനവുമായി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യമൊന്നും അതിൽ പറഞ്ഞിട്ടില്ല, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ധാരണ ഉണ്ടായി. അത് അയാൾ തന്നെ തിരുത്തുകയും ചെയ്തത്. ഞാൻ ഇടപെട്ടിട്ട് എന്ന് ആ കത്തുവന്ന് വായിച്ചു നോക്കത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ സത്യസന്ധമായി നമ്മൾ മുന്നോട്ട് പോയ കാര്യങ്ങളാണ്. നിങ്ങൾ ആ ബോർഡിന്റെ ഉത്തരവ് 2024 മുതലുള്ള ഇപ്പൊ ഈ 25 ഏറ്റവും ഒടുവിൽ വരെ ഇറങ്ങിയ ബോർഡിന്റെ 4 ഉത്തരവുകളുണ്ട്. ഈ 4 ഉത്തരവുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അദ്ദേഹത്തിന്റെ സഹായികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥ ബന്ധത്തെയോ സഹായിക്കുന്ന ഒരു വരിയോ ഒരു വാക്കോ അതിലുണ്ടോ എന്ന് പരിശോധിക്കും. അത് ഞങ്ങൾ കോടതിയെ ബോധ്യപ്പെട്ടു. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി ഇതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ അദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും ബാംഗ്ലൂരിലുള്ള കള്ളന്മാരുമായിട്ടോ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധവുമായോ നമ്മളെ ഞാൻ അല്ലെങ്കിൽ എന്റെ ഈ ബോർഡ് സഹായിച്ചതായ ഒരു രേഖയോ തെളിവോ എന്തെങ്കിലും ഉണ്ടോ? കേസിൽ ദേവസ്വം ബോർഡ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്തസുബ്രഹ്മണ്യം പ്രത്യേക സംഘത്തിന് മൊഴി നൽകിയതായും സൂചനയുണ്ട്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതുവരെയുള്ള അന്വേഷണത്തിലെ 10 ദിവസത്തിനിടയിലെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായത്. അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് മാത്രം സംഭവിച്ച പിഴവ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അത് രാഷ്ട്രീയ ആയുധമായി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. അത് UDFും BJPയും ഒരുപോലെ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ധാരണ. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുകയാണ്. പക്ഷേ അവിടെയും 6 ആഴ്ചയാണ് സമയപരിധി നൽകിയിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്. ആ 6 ആഴ്ച വിശദമായ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ സമഗ്രമായ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് SIT സമർപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക്
നിലവിലെ ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം വകുപ്പും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും. അതേസമയം 2019 ഭരണസമിതിക്ക് ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അത് ബോധപൂർവമായി സംഭവിച്ച പിഴവുകളാണോ എന്ന കാര്യത്തിൽ സംശയം തങ്ങൾക്കും നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പരോക്ഷമായ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രിയും അതോടൊപ്പം ബോർഡ് ഭാരവാഹികളും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 എഫ്ഐആറുകളിലും 2009 ഭരണസമിതിയെക്കുറിച്ചും അതോടൊപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചും മാത്രമാണ് പറയുന്നത്. നിലവിലെ ഭരണസമിതിയെക്കുറിച്ച് നിലവിലുള്ള എഫ്ഐആറുകളിൽ പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല. അതേസമയം ദേവസ്വം വിജിലൻസ് നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഉദ്യോഗസ്ഥർക്കും അപ്പുറത്തേക്ക് ഗുരുതരമായ ചില പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്ന കാര്യം പരപ്രേരണയാലോ, അതായത് ഉദ്യോഗസ്ഥർ ഇങ്ങനെയൊരു ഗൂഢാലോചനയുടെ ഭാഗമായത് പരപ്രേരണയാലോ അല്ലെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലോ തന്നെയാണ്. അതുകൊണ്ടാണ് സുനിൽകുമാറിനെ അടക്കം സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ആർക്കാണ് ഇതിൽ പങ്ക് എന്നൊരു വലിയ ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരമായി 2019 ഭരണസമിതിയിൽ അന്വേഷണം ഒതുങ്ങുമോ അതോ അതിനപ്പുറത്തേക്ക് PS പ്രശാന്ത് നേതൃത്വം നൽകുന്ന നിലവിലെ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും വിഷയത്തെ വലിയ രാഷ്ട്രീയ ആയുധമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. ബീഹാറിൽ പ്രതിസന്ധി മാറാതെ ഇന്ത്യ സഖ്യം. ബീഹാറിലെ നേർക്കുനേർ പോരാട്ടം ഒഴിവാക്കാൻ ഇടപെടലുമായി ഇന്ത്യ സഖ്യം. ലാലു പ്രസാദ് യാദവുമായി കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് കൂടിക്കാഴ്ച നടത്തി. ബീഹാറിലെ 243 മണ്ഡലങ്ങളിൽ 10 ഇടങ്ങളിലാണ് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരം. 243 सीटें यहाँ पर है. 243 सीटों में 5-7 सीटों में तो थोड़ा कंफ्यूजन हो जाता है. केवल फ्रेंडली फाइट भी होती है. उसमें कोई ज्यादा इसको आपको बहुत सीरियस लेना नहीं चाहिए. ऐसा माहौल बना दिया पूरे प्रदेश में. महागठबंधन में झगड़े हो गए हैं. कोई झगड़ा नहीं है. सब मिलके ही कैंपेन करेंगे और सब मिलके ही काम करेंगे. പരസ്പര മത്സരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായാണ് മത്സരിക്കുന്നതെന്നാണ് RJDയുടെ പ്രതികരണം വന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുന് 10ഓളം സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുന്നു. നാളെ അവസാന ദിവസമാണ്. ചർച്ചകളിൽ എന്തെങ്കിലും ഫലമുണ്ടാകുന്നുണ്ടോ? ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് തേജസ്വി യാദവുമായി രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊക്കെ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വൈശാലി, സിക്കന്ദര, സുൽത്താൻഗഞ്ച് അടക്കം 5 മണ്ഡലങ്ങളിൽ RJDക്കും കോൺഗ്രസിനും പ്രത്യേക സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. അവസാനവട്ട സമവായ ചർച്ചകളും ഫലം കാണാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അവർ ഉറച്ചു പറയുന്നത് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇലക്ഷനിൽ വലിയ മാർജിനിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ പോലും തന്നെ ഈ 10 സീറ്റുകളിലെ തർക്കം അതെങ്ങനെ പരിഹരിക്കാനാകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നാളെ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇരുവരും തയ്യാറാകുമോ എന്നുള്ളതാണ്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ തേജസ്വി യാദവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുള്ള നിർദ്ദേശമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം മുൻകാലങ്ങളിലുമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകൾ ചോദിച്ചു വാങ്ങിയതായിരുന്നു കോൺഗ്രസ്. അതിൽ 19 ഇടത്ത് മാത്രമായിരുന്നു അന്ന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തത്. അത് ആയിരുന്നു അന്ന് ഇത്തരത്തിൽ മഹാഗഠബന്ധൻ സഖ്യത്തെ അധികാരത്തിൽ നിന്ന് പിന്നോട്ടടിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ സീറ്റ് വിഭജന ചർച്ചകളിലും ഒക്കെ ഒരു അയഞ്ഞമട്ട അല്ലെങ്കിൽ അക്കാര്യത്തിലൊക്കെ ഒരു വാശി പിടിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തതാണ്. പക്ഷേ ഈ മേഖലകളിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലത്തുള്ള പല മണ്ഡലങ്ങളിലും അവിടെ ഇരു പാർട്ടിക്കും കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് എന്നാണ് കരുതപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ 2 പാർട്ടികളും RJDയും ഒപ്പം തന്നെ കോൺഗ്രസും അവിടെ വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്താൻ നിർബന്ധരാവുകയും ചെയ്തത്. എന്തായാലും നാളെ വീണ്ടും ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നാളെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. അവിടെ വെച്ച് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ള അടക്കമുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വിവരങ്ങൾ കൂടി
ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ NDA അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ അവർ പൂർണ്ണമായും പര്യടനത്തിൽ രംഗത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പര്യടനം നടത്തുകയും ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം പൊതുവേദിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പൊതുവേദിയിൽ സംസാരിക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ചില ശാരീരിക അസ്വസ്ഥതകളുമായി ഒക്കെ ബന്ധപ്പെട്ട് പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാത്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാഴ്ച. അങ്ങനെ NDA ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പര്യടനം ശക്തമാക്കുന്നതിനിടയിലാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഈ തർക്കങ്ങൾ മുറുകുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, പല പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ വനിതകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇരു മുന്നണികളും NDA ആകട്ടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമാകട്ടെ വനിതകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിൽ ഇന്ത്യ സഖ്യം ഇന്ന് ഈ 30,000 രൂപ വരെ ജീവിക ദീദി പദ്ധതിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ജീവനക്കാരാക്കി മാറ്റി അവർക്ക് 30,000 രൂപ പ്രതിമാസം വേതനം നൽകുമെന്നുള്ളൊരു സുപ്രധാന പ്രഖ്യാപനം നടത്തുന്നു. ഒപ്പം തന്നെ പലിശരഹിത വായ്പയും 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസും ലഭ്യമാക്കുമെന്നുള്ള അടക്കമുള്ള ചില വാഗ്ദാനങ്ങളാണ് അത്തരത്തിൽ തേജസ്വി യാദവ് ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത്. അതേ രീതിയിൽ തന്നെ സമാനമായ പ്രഖ്യാപനം നേരത്തെ നമ്മൾ NDAയുടെ ഭാഗത്ത് നിന്ന് കാണുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാർ ഒപ്പം നിൽക്കുന്ന മുന്നണി അത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരുമെന്നുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൻ്റെ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഇരു മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഇന്ന് ഈ സമവായ ശ്രമങ്ങൾ അശോക് ഗെഹ്ലോട്ടിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായെങ്കിൽ പോലും തന്നെ അത് എത്രത്തോളം പരിഹരിക്കാനായി എന്നുള്ളത് നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് വ്യക്തമാകും. ശരി, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PM ശ്രീയിൽ എതിർപ്പ് തുടർന്ന് CPI. PM ശ്രീ പദ്ധതിയിൽ നിലപാടിൽ ഉറച്ച CPI. പദ്ധതിയോടുള്ള എതിർപ്പ് ശക്തമായി തുടരാൻ CPI എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തു. PM ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനാണ് ശ്രമമെന്ന നിലപാടിലാണ് CPI. NEP ഒളിച്ചു കടത്താനുള്ള നീക്കം അനുവദിക്കേണ്ട എന്ന തീരുമാനം CPI എടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുണ, ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ എതിർപ്പ് CPI ഉയർത്തിയിരുന്നു. മന്ത്രിമാർ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രകോപനമുണ്ടായാലും വഴങ്ങേണ്ട എന്നാണോ CPIയുടെ തീരുമാനം? അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. പാർട്ടി തീരുമാനപ്രകാരമാണ് മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ആശങ്ക പ്രകടിപ്പിച്ചത്. അതിനുശേഷമാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നത്. രണ്ടിലും പദ്ധതിയോടുള്ള എതിർപ്പ്, ശക്തമായ എതിർപ്പ് തന്നെയാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്, നേതാക്കൾ ഉന്നയിച്ചത്. നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ല. PM ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനാണ് ശ്രമം. NEP ഒളിച്ചു കിടത്താനുള്ള നീക്കം അനുവദിക്കാൻ കഴിയില്ല. സർക്കാർ പറയും പോലെ, വിദ്യാഭ്യാസ വകുപ്പ് പറയും പോലെ സാമ്പത്തിക സഹായം വാങ്ങിയെടുക്കുകയും എന്നാൽ നയങ്ങൾ നടപ്പാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. സാമ്പത്തിക സഹായം വാങ്ങിച്ചാൽ പൂർണ്ണമായും കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസ്ഥാനത്തും സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ആ സാഹചര്യം അനുവദിക്കാനാകില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് CPI തുടരുന്നത്. നാളെ CPIയുടെ സംസ്ഥാന കൗൺസിലും യോഗം ചേരുന്നുണ്ട്. ശരി അരുണ, ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വീട്ടിൽ പാർട്ടി മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പ് അറിയിക്കണമെന്ന നിർദ്ദേശം പാർട്ടി മന്ത്രിമാർക്ക് നൽകുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കാവുവൽക്കരണം നടത്താനുള്ള കുറുക്കുവഴിയാണ് PM ശ്രീ എന്നായിരുന്നു പിന്നീട് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. PM ശ്രീ എന്ന് പറയുന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് RSSന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു കുറുക്കുവഴിയാണ് NEP. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കുന്നത്. ഞാൻ CPI-Mന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബേബിയുടെ പ്രസ്താവന ഞാൻ കേട്ടു. സഖാവ് ബേബി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. ആ നിലപാടിന് CPI കിട്ടാൻ. ഇന്നലെ MV ഗോവിന്ദന് ഇത് ചോദിച്ചപ്പോൾ എന്ത് CPI എന്ന് ചോദിച്ചു. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു പുച്ഛവും പരിഹാസവും പറയുന്നത് ഇത് ഉചിതമാണോ? ഗോവിന്ദ മാഷിനെ ചോദിക്കാൻ വഴിയില്ല. അല്ല, അങ്ങനെ TV യിൽ വന്നല്ലോ. ചോദിക്കാൻ വഴി ഞാൻ കേട്ടില്ല, കണ്ടില്ല. ചോദിക്കാൻ വഴിയില്ല. ചോദിച്ചാൽ എന്താണ് CPIയുടെ മറുപടി? ചോദിച്ചാൽ അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്.
അതേസമയം പദ്ധതിയുമായി സഹകരിക്കുന്നത് CPM BJP ബന്ധത്തിൽ തെളിവാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സിലബസിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. അതായത് കോൺഗ്രസിലെ ഈ വിഷയത്തിലുള്ള ആശയക്കുഴപ്പവും ഇന്ന് വ്യക്തമായി. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ ഇതിലല്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM-ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റായ ധാരണയാണ്. കർണാടകത്തിൽ 2021 നടപ്പാക്കിയത്. അന്നേരം കോൺഗ്രസ് ഗവൺമെൻറ് അല്ല, BJP ഗവൺമെൻറ്റുള്ള കാലത്താണ്. തെലങ്കാനയിലും BJP ഗവൺമെൻറ്. പക്ഷേ വളരെ കൃത്യമാണ്, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലും അതുപോലെ കരിക്കുലത്തിലും സംഘപരിവാർ അജണ്ട വെച്ച് നിർത്തുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയി, കോൺഗ്രസ് ഗവൺമെൻറ് സഹകരിച്ച് മുന്നോട്ട് പോയില്ല എന്ന് വ്യക്തമാണ്. നടപ്പിലാക്കിയത് BJP ഗവൺമെൻറ് തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഇസ്രായേലിനെ ഒരു അധിനിവേശ ശക്തിയായി വിലയിരുത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഗസയിൽ മാനുഷിക സഹായം നൽകാൻ ബാധ്യസ്ഥരാണ്. ഗസയിലെ UN സഹായ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ സൗകര്യമൊരുക്കണമെന്നും ഗസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് UG ഇവാസാവ വ്യക്തമാക്കി. അതേസമയം വെസ്റ്റ് ബാങ്കിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതിനുള്ള ബില്ലിന് ഇസ്രായേലി സെനറ്റിൽ ആദ്യഘട്ട അംഗീകാരം കിട്ടി. ലൈവ് മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഇന്നലെ നമുക്കറിയാം ഹമാസിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ട്രംപ് സംസാരിച്ചിരുന്നു. പക്ഷേ അവിടെ നീതിന്യായ കോടതിക്ക് ട്രംപിനൊപ്പമോ ഇസ്രായേലിനൊപ്പമോ അല്ല, ഗസയിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കണം. അതെ, അവിടെ ഒരു അധിനിവേശ ശക്തിയായ ഇസ്രായേൽ ഗസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നാണ് കോടതിയുടെ ഒരു നിലപാട്. ഇത് അന്താരാഷ്ട്ര ന്യായ കോടതിയുടെ പ്രസിഡന്റ് തന്നെയാണ് വ്യക്തമാക്കുന്നത്. UG ഇവാസാവ ഇത് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. 6000-ഓളം ട്രക്കുകളാണ് UNRWയുടെ ഈ ഗസയിലേക്ക് കടക്കാനായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിന് അനുമതി ലഭിച്ചാൽ അത്രയും സഹായം ഗാസയിലേക്ക് എത്തും. അപ്പോൾ അത് തടയാനുള്ളൊരു ശ്രമം അംഗീകരിക്കാനാകില്ല എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വ്യക്തമാക്കുന്നു. അതേസമയം മറ്റ് ചില മാറ്റങ്ങൾ കൂടി ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലിലെ സെനറ്റ്, അതായത് ഇസ്രായേലിൻ്റെ കെനസെറ്റ് എന്ന് പറയുന്ന അവിടുത്തെ സഭ, പ്രതിനിധി സഭ, ഈ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇസ്രായേലുമായി കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ബില്ലിൻ്റെ ആദ്യഘട്ടം, അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. അതേസമയം നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്, തങ്ങൾ അമേരിക്കയുടെ ഒരു അടിയാളുകൾ അല്ല, അമേരിക്കയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു രാജ്യമല്ല, തങ്ങൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെയുള്ള ബാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഉണ്ട് എന്ന് നെതന്യാഹു കൃത്യമായി എടുത്തു പറയുന്നു. മാർക്കോ റുബിയോ, അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വിദേശകാര്യ സെക്രട്ടറി എന്ന് വേണമെങ്കിൽ പറയാം, മാർക്കോ റുബിയോ നാളെ ഇസ്രായേലിലെത്തും. അവിടെ JD വാൻസ് ഇപ്പോൾ തന്നെ ഉണ്ട്. നെതന്യാഹുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ വെടിനിർത്തൽ കരാർ കുറച്ച് കടുപ്പമുള്ളതാണെങ്കിലും ഇത് നടപ്പിലാക്കണം എന്നൊരു നിലപാടിലാണ് ലോക നേതാക്കൾ എല്ലാവരും. പക്ഷേ JD വാൻസ് സൂചിപ്പിക്കുന്നത് പോലെ അത് അത്ര കണ്ട് എളുപ്പമല്ല, പക്ഷേ അതിനുള്ള ശ്രമം തുടരും എന്ന് പറയുന്നു. ഏതായാലും മാർക്കോ റൂബിയോ വരികയും JD വാൻസ് ഇപ്പോൾ ഇസ്രായേലിലുണ്ട്, ഒപ്പം ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാളെ ഒരു കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ തലത്തിലേക്ക് സമാധാനം ഗാസയിൽ കൊണ്ടുവരിക എന്ന ഒരു ശ്രമം കൂടുതൽ മുന്നോട്ട് നീങ്ങുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുന്നു. ഇന്നും ഒരാൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം. ഒപ്പം ഈ എയ്ഡ് സഹായം അങ്ങോട്ടേക്ക് എത്തുകയും വേണം. ശരി, മനു ഭാരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടി ഹിജാബ് വിഭാഗത്തിൽ സ്കൂൾ വിട്ട് കുട്ടികൾ.
ഹിജാബ് വിഭാഗത്തിൽ മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച് എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ TC വാങ്ങി. 2ലും 3ലും പഠിക്കുന്ന സഹോദരികളാണ് സ്കൂൾ മാറിയത്. ഇരുവരെയും തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ മാനേജ്മെന്റ് സ്വീകരിച്ച നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 2 കുട്ടികൾ അവരുടെ TC വാങ്ങാനുള്ള അപേക്ഷ നൽകിയത്. അവരുടെ രക്ഷിതാക്കൾ മാനേജ്മെന്റിന് അപേക്ഷ നൽകുകയായിരുന്നു. 2ഉം 3ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന സഹോദരികളുടെ TCക്ക് വേണ്ടിയുള്ള അപേക്ഷകളാണ് അവരുടെ രക്ഷിതാക്കൾ നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് നൽകിയത്. കഴിഞ്ഞ ആദ്യ പ്രവൃത്തി ദിനത്തിൽ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് TC നൽകുന്നതിൽ തടസ്സമില്ല എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഇന്നവർ TC വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ ഈ കുട്ടികളെ ചേർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ഇവർ സംസാരിച്ചിരുന്നു. അവർക്ക് മറ്റ് തടസ്സങ്ങളില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. കുട്ടികളുടെ രക്ഷിതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോടോ അല്ലെങ്കിൽ സമുദായത്തോടോ ഉള്ള ഒരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഈ വിഷയത്തിൽ ഹിജാബ് വിഷയത്തിൽ സെന്റ് റീത്താസ് സ്കൂൾ സ്വീകരിച്ച നടപടികളും അതോടൊപ്പം തന്നെ അവരുടെ ചില നിലപാടുകളും സമുദായ ധ്രുവീകരണത്തിന് സ്പർദ്ധ വളർത്തുന്നതും എല്ലാം തന്നെ മാത്രമേ ഉപകരിക്കൂ. അതുകൊണ്ട് ഈ ഒരു നിലപാടുള്ള സ്കൂളിൽ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവർ TCക്ക് അപേക്ഷ നൽകുകയും ചെയ്തത്. ഏതായാലും മറ്റ് വിഷയങ്ങളിലേക്ക് അവർ പറയുന്നില്ല, മറ്റ് പ്രതികരണങ്ങളിലേക്ക് ഈ രക്ഷിതാക്കൾ നിൽക്കുന്നില്ല. തങ്ങളുടെ ഒരു നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. TC അപേക്ഷ നൽകുകയും അത് അവിടെ നിന്ന് സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ ഹിജാബ് വിഷയത്തിൽ സ്കൂളിൽ നിന്ന് അവിടെ ഈ വിഷയം ഉയർന്നു വന്നത് ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഈ പെൺകുട്ടി സ്കൂളിൽ നിന്ന് TC വാങ്ങാനായിട്ട് രക്ഷിതാവ് തീരുമാനിച്ചിരുന്നെങ്കിലും അത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഈ ഹർജി പരിഗണിക്കുന്നു. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് അറിയാനായിട്ട് അവർ കാത്തിരിക്കുന്നത്. ഇതിൽ സർക്കാർ ഇറക്കിയ സർക്കുലർ അത് സ്കൂൾ അധികൃതർ ചോദ്യം ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ അത് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ അത് സ്റ്റേ ചെയ്യാനുള്ള സ്കൂളിൻ്റെ ആവശ്യം ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ കൂടി വിശദീകരണം അറിഞ്ഞ ശേഷം മതി എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ വിശദീകരണം ഇക്കാര്യത്തിൽ എന്താണ് എന്നതുകൂടി അറിയാൻ ഹൈക്കോടതി അതിൽ എന്ത് പറയുന്നു എന്നതറിയാൻ വേണ്ടിയാണ് ഈ കുട്ടിയുടെ TC വാങ്ങിക്കൽ ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച ശേഷം തീരുമാനമറിഞ്ഞ ശേഷം TC വാങ്ങാമെന്ന നിലപാടിലാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. ക്ലിഫ് ഹൗസിലേക്ക് ആശാപ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. നിരവധി സമരക്കാർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. മാർച്ചിന് നേരെ പലതവണ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. സമരക്കാരുടെ ബൈക്കും സ്പീക്കറും പോലീസ് പിടിച്ചെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കുന്ന പാത്രം കുട്ടിയായിരുന്നു ക്ലിഫ് ഹൗസിന് മുന്നിലെ സമരം. സർക്കാരിൽ നിന്ന് ഇതുവരെ അനുകൂല നിലപാട് ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ കേരളത്തിൽ എല്ലാത്തിലും നമ്പർ 1 എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കാണുന്നത് സ്ത്രീ തൊഴിലാളികൾ 232 രൂപ കൂലി വാങ്ങിക്കുന്ന സ്ത്രീ തൊഴിലാളികളെ അവരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 8.5 മാസമായി തെരുവിലിരിക്കുന്നവർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ രാവിലെ 11 മണിക്ക് ഞങ്ങൾ എത്തിയിട്ട് ഇതുവരെയും അതിനകത്ത് ഒരു മറുപടി കാണാതെ ഞങ്ങളെ ഇപ്പോൾ ക്രൂരമായി ആക്രമിച്ച് ഇപ്പോൾ പോലീസ് ജീപ്പിനുള്ളിൽ കയറ്റിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി യസ്മിനിയുടെ വസ്ത്രം മുഴുവൻ വലിച്ചു കീറി എന്നെ ഒരു പ്രകോപനവുമില്ലാതെ എന്റെ വയറ്റത്തിൽ ആത്തി കൊണ്ടിട്ട് കുത്തി. ഇതുപോലെയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കാണണം. ഈ കേരളത്തിൽ അങ്ങ് വന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ 50% വരുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണങ്ങ്. അങ്ങ് കാണണം ഈ കാബാലികരായ ഭരണാധികാരികൾ എങ്ങനെയാണ് സമാധാനപരമായി സമരം നടത്തുന്ന ഒരു സ്ത്രീ തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കാണണം. അടിയന്തിരമായി ഈ
വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ഈ വിഷയം പരിഹരിച്ചു തരുവാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇടപെടണമെന്ന് വളരെ വിനീതമായി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു നേരത്തെ ദിവസങ്ങളായി 250 ദിവസങ്ങളായി ആശമാർ സമരം ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രി ഇവരെ കാണാമെന്ന് സമ്മതിച്ചോ? ആശമാരുടെ വളരെ കാലത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. അതായത് മുഖ്യമന്ത്രി തങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കണം, അതിലൊരു തീരുമാനമുണ്ടാക്കണം. കാരണം മാസങ്ങളായി അവരിവിടെ തുടരുകയാണ്. ഏകദേശം 1 വർഷത്തോടടുക്കുന്ന അവരുടെ സമരം സെക്രട്ടേറിയറ്റ് മുന്നിലും മറ്റുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുമായി അനുനയന ചർച്ച, അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്ന തരത്തിലേക്ക് ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയായിരുന്നു ആശമാർ ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് ബാരിക്കേഡ് കിട്ടി. ക്ലിഫ് ഹൗസിന് മുൻപിൽ തന്നെ പോലീസുകാർ ഇത്തരത്തിൽ തടഞ്ഞെങ്കിലും പിന്നീട് ബാരിക്കേഡ് മറികടക്കാൻ ആശമാർ ശ്രമം നടത്തുകയും പിന്നീട് 2-3 തവണയിലധികം ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീടും ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ സമ്മതിക്കാത്ത ആശമാരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമമുണ്ടായി. അതിനിടെയാണ് പോലീസുകാർ ഈ സ്പീക്കറും മൈക്കും ഉൾപ്പെടെയുള്ള ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ബലമായി ഇവിടെ നിന്നും പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്നത്. അത് തടയാനായി ഒരുപാട് ആശമാർ ഇത്തരത്തിൽ ഈ ഒരു പോലീസ് ജീപ്പിന്റെ മുന്നിൽ കിടന്നടക്കമുള്ള പ്രതിഷേധം നടത്തി. പക്ഷെ അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി. ആ സമയത്തുണ്ടായ ഉന്തുന്നള്ളിലും ഇത്തരത്തിൽ ആശമാർക്കും ഒപ്പം വനിതാ പോലീസുമാർക്കടക്കം ഇത്തരത്തിൽ പരിക്കേറ്റു. അവരെല്ലാം ഇവിടെ നിന്ന്, അതായത് 20ഓളം പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നീടും ഈ ഒരു പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലൊരു ആശമാരുടെ സമരം ഉണ്ടാകുമെന്നടക്കം ഈ ഒരു സമര നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്നായിരുന്നു ഇവിടെ തന്നെ ഈ ഒരു സമരം തുടരുകയും പിന്നീട് പോലീസുകാരുമായുള്ള ചർച്ചയും പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഒരുക്കി തരാമെന്നുള്ള തരത്തിൽ ആശമാരുമായി അനുനയ ചർച്ച പോലീസ് നടത്തുകയും ചെയ്തതിനു ശേഷം ഇവർ ഇവിടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരം, അതായത് സെക്രട്ടേറിയറ്റ് മുൻപിലുള്ള രാപ്പകൽ സമരം തുടരും എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മുഖ്യമന്ത്രിയുമായുള്ള ഈ ഒരു ചർച്ചയ്ക്കുള്ള ഒരു അവസരം ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ തുടരും. പക്ഷേ ഈ ഒരു ക്ലിഫ് ഹൗസിന് മുൻപിൽ നിന്നും അവർ പിരിഞ്ഞു പോവുകയായിരുന്നു. പിന്നീട് തുടർന്നുള്ള സമരങ്ങൾ ഇനി സംസ്ഥാനത്തൊട്ടാകെ ഈ ഒരു പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും പിന്നെ ഈ ഒരു ആവശ്യം വീണ്ടും മുന്നോട്ട് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുൻപിൽ സമരം തുടരുമെന്നാണ് ആശാപ്രവർത്തകർ നമ്മോട് പങ്കുവച്ചത്. സർക്കാരിനെതിരെ വിമർശനവുമായി കത്തോലിക്ക സഭ. തെരഞ്ഞെടുപ്പെടുത്തോടെ സർക്കാരിനുമേൽ സമ്മർദ്ദതന്ത്രവുമായി കത്തോലിക്ക സഭ. അധ്യാപക നിയമനത്തിൽ അർഹിക്കുന്ന അവകാശം കിട്ടണമെന്ന് ആവർത്തിക്കുന്ന സഭ വിമോചന സമരം കാലഘട്ടമാണ് ഓർമ്മിപ്പിക്കുന്നത്. അവഗണന തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാനുള്ള ബോധം 50 ലക്ഷം വരുന്ന സഭാംഗങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് വലിയ ചർച്ചയായി. ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം വളരെ അടുത്ത് നിൽക്കെയാണ് സംസ്ഥാന സർക്കാരിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കത്തോലിക്ക സഭ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അടിയന്തരാവസ്ഥ അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ കേരളത്തിലെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്, സഭയുടെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് അധ്യാപന നിയമന വിഷയത്തിൽ അത് നടപ്പാക്കണം, അതിന് അംഗീകാരം ലഭിക്കണം, അത് ലഭിക്കണം എന്നത് കുറെ കാലമായി സഭ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. കത്തോലിക്കര് മാന്യരാണ്, ക്രൈസ്തവര് മാന്യതയുള്ളതാണ്, ഞങ്ങൾക്ക് സംസ്കാരമുണ്ട്, ഞങ്ങൾ വഴക്കുകൂടാൻ വരുന്നവരല്ല. പക്ഷെ ഞങ്ങൾക്ക് അർഹിക്കുന്ന അവകാശങ്ങള് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അത് കാണിക്കേണ്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല. പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനീതി നിറഞ്ഞ അവഗണനയെ തിരിച്ചറിയാനും അതിനെ തിരിച്ചു കുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്.
അതായത് കഴിഞ്ഞ ഈ പ്രശ്നങ്ങൾ സഭ ഉയർത്തിയ ശേഷം മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി ചർച്ചയ്ക്ക് ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജോസ് കെ മാണിയൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയത്. പക്ഷെ അതിനുശേഷവും ഇതിലൊരു അതായത് കോടതിയിൽ വിഷയം എത്തുമ്പോൾ തങ്ങൾ എതിർക്കില്ല എന്ന നിലപാട് മാത്രമാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ പാലാ രൂപത ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് ശേഷം സഭ നിലപാട് വ്യക്തമാക്കിയതാണ്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് വീണ്ടും കത്തോലിക്ക സഭയുടെ സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും മധ്യ കേരളത്തിലടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവ വോട്ടുകൾ. പല സീറ്റുകളും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിരവധി പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്ത് അടക്കം പിടിച്ചെടുക്കുന്നതിനുൾപ്പെടെ വലിയ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വോട്ടുകളാണ് സഭാ വോട്ടുകൾ. ആ സഭാ വോട്ടുകളിലാണ് ഇപ്പോൾ ഒരു വലിയ സമ്മർദ്ദവുമായി സഭ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ വിഷയത്തെ സർക്കാർ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത്. താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറി സംഘർഷത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെയാണ് ഈ സംഘർഷമുണ്ടായത്. 15ഓളം വാഹനങ്ങൾ കത്തിച്ചു. ഫാക്ടറി പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. പ്ലാന്റിൽ കടന്നുകയറിയ പ്രതിഷേധക്കാർ വാഹനങ്ങൾ തകർക്കുന്നതും പോലീസിനെ ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് CPM-ഉം ലീഗും ഇന്ന് രംഗത്ത് വന്നു. പ്രദേശവാസികളല്ല ആക്രമിച്ചതെന്നായിരുന്നു ഫാക്ടറി ഉടമയുടെ പ്രതികരണം. MS അനീഷ് കുമാർ റിപ്പോർട്ടോടുകൂടി ന്യൂസ് at 9 പൂർണ്ണമാകുന്നു. ഫ്രഷ് കട്ട് ഫാക്ടറിയിൽ ഇന്നലെ നടന്ന അക്രമത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ ഈ പ്രക്ഷോഭകർ ഈ പ്ലാന്റിൽ എത്തുന്നതും തീവയ്പ്പിന് അകത്തേക്ക് പ്രവേശിക്കുന്നതുമൊക്കെ പ്രകടമാണ്. ഒപ്പം ഈ സ്ഥലത്ത് കൂടി നിന്നിരുന്ന പോലീസുകാരെ അടക്കം മർദ്ദിക്കുന്നതും ദൃശ്യങ്ങൾ പ്രകടമാണ്. ഒപ്പം നിരവധി വാഹനങ്ങളാണ് ഈ ഫാക്ടറിയുടെ കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്നത്. അവ നശിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ പ്രകടമാണ്. വലിയ തോതിലുള്ള അക്രമമാണ് ഇവിടെ അഴിച്ചുവിട്ടതെന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഫ്രഷ് കട്ടിന് നേരെ നടന്ന അക്രമങ്ങൾ ആസൂത്രിതമാണ് എന്നാണ് ഉടമകളും പറയുന്നത്. നേരത്തെ മുതൽ തന്നെ ഇവിടെ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടക്കുന്നുവെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അമിതമായ ഒരു പ്രകോപനം ഉണ്ടായിരുന്നില്ല. നാട്ടുകാരായ ആളുകളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള അക്രമ പ്രവർത്തനങ്ങൾ സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഫാക്ടറി വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ഏതാണ്ട് 5 കോടിയുടെ നഷ്ടം ഉണ്ടായി എന്നും ഉടമ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ജനങ്ങളുടെ സംശയങ്ങൾ നമ്മൾ കവർ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 7-8 months ആയിട്ട് ഒരു പുതിയ കമ്മിറ്റി വരികയും ആ കമ്മിറ്റിയിലെ ചില ആൾക്കാരുടെ സംരക്ഷിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമ്പം ഇവിടുത്തെ ആൾക്കാർക്ക് അത് ചെയ്യാനുള്ള ധൈര്യമില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിത് നേരത്തെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇറ്റ്സ് എ പ്ലാൻഡ് ക്രൈം, വെൽ എക്സിക്യൂട്ടഡ് ക്രൈം, അങ്ങനെയൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 100% എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റും ആ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് പൈലറ്റ് പ്ലാന്റ് ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അക്രമികൾ ഫാക്ടറിയിൽ എത്തിയപ്പോൾ തങ്ങൾക്ക് നേരെയും അതിക്രമം നടത്തിയെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. നേരത്തെ ബിരിയാണി ചലഞ്ച് അടക്കം നടത്തി പണസമാഹരണം നടത്തിയിരുന്നു. നിയമ നടപടികളിലേക്ക് നീങ്ങിയാൽ സമര നേതാക്കൾക്കടക്കം നിയമപരമായ സംരക്ഷണം നൽകുന്നതിനുള്ള ധനസമാഹരണം അടക്കം പൂർത്തിയാക്കിയിരുന്നുവെന്നും തൊഴിലാളികൾ പറയുന്നു. ഒരു കാലത്ത് ഇവിടുത്തെ തൊഴിലാളികളായിരുന്നു. അപ്പം ഞാൻ അവരെ കണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ശരീരം അടിക്കുകയോ പിടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാര്യങ്ങൾ പറയണം, ഞങ്ങൾ ഇവിടുന്ന് പോയി തരാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും പോലെ അത് തന്നെയാണ് ചെയ്ത്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഒരു ജീവന മാർഗ്ഗമാണ് ഓട്ടോറിക്ഷയായിരുന്നു. അതും തല്ലിപ്പൊളിച്ച് അതും തീയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളവരുള്ള എല്ലാ ആൾക്കാരും ഇവിടെ പണിയെടുത്തവരാണ്. 90% ആൾക്കാരും ഇവിടെ പണിയെടുത്തവരുള്ളതായിരുന്നു. അതാണ് ഇന്നലെ ഉണ്ടായ സംഭവം മുഴുവൻ. കണ്ടെയ്നറിൻ്റെ അകത്ത് കയറ്റിയിട്ട് കണ്ടെയ്നർ ലോക്ക് ചെയ്തിട്ട് വണ്ടിക്ക് തീടുകയാണ് ഉണ്ടായത്. എന്നിട്ട് ആംബുലൻസ് വന്നിട്ടാണ്
അവരെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രഷ് കട്ട് വിഷയത്തിൽ പുറത്തുനിന്നുള്ളവരാണ് അക്രമം കാട്ടിയത്, അല്ലെങ്കിൽ ഗുരുതരമായ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗ് എല്ലാ തരത്തിലുമുള്ള പിന്തുണ സമരത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഇടപെടലാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. സംഭവത്തെപ്പറ്റി വളരെ ഗൗരവമുള്ള അന്വേഷണം നടത്തണമെന്നും മുസ്ലിം ലീഗും UDF ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സമരത്തിനല്ല, ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽക്ക് സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമരത്തിന് പൂർണ്ണമായി UDF ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമരം മാത്രമല്ലല്ലോ, 2019 സമരമല്ലേ. ആ സമരം ചോരയിൽ മുക്കിക്കൊന്ന് ഈ സമരത്തെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഈ രാജ്യത്ത് ശുദ്ധവായു കിട്ടണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, അവർക്ക് ജീവിക്കണം. അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM സമാനമായ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം സംഭവങ്ങളെക്കുറിച്ച് അനിവാര്യമാണ്. നേരത്തെ മുതൽ സമരം നടക്കുന്നുവെങ്കിലും പ്രകോപനത്തിന്റെ പാതയിലേക്ക് നീങ്ങിയിട്ടില്ല. ചില പ്രത്യേക സംഘടനകളുടെ ഇടപെടലാണ് സമരത്തെ ഈ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിന്റെ പാതയിലേക്ക് നീക്കിയത്. CPM നേതാവടക്കം ബ്ലോക്ക് DYFI ബ്ലോക്ക് സെക്രട്ടറി അടക്കം ഒന്നാം പ്രതിയായി നിരവധി FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നില്ല. ജനങ്ങൾക്കൊപ്പം സമരമുഖത്ത് അണിനിരുന്ന് പ്രകോപനത്തിന്റെ പാതയിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് CPM ഏരിയ സെക്രട്ടറി പറയുന്നത്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തേക്ക് ചില പ്രശ്നമുണ്ടായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള അവരുടെ പ്രശ്നത്തെ മാത്രം മുൻനിർത്തി നടത്തിയ സമരവും ആ സമരത്തിൽ ഇത്തരമൊരു അക്രമം പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിറകിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അതിന് അങ്ങനെ ഉദ്ദേശം വെച്ച ചില കക്ഷികളെല്ലാം ഈ സമരത്തിന്റെ പിറകിലുണ്ടോ എന്ന് ഗൗരവമായ രൂപത്തിലേക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു, സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു, പോലീസിന് പരിക്കേറ്റു, ഫാക്ടറിക്ക് തീ വെക്കുന്ന രൂപത്തേക്ക് അവസ്ഥയുണ്ടായി, വാഹനങ്ങൾ തകർക്കുക ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ ഒന്ന് സാധാരണ ഒരു ജനാധിപത്യപരമായ രൂപത്തിലേക്കുള്ള സമരത്തിനകത്ത് ഒരു കാലത്തും ഉയർന്നു വരാത്തൊരു പ്രശ്നമാണ്. അത് ബോധപൂർവമായി ഇങ്ങനെ ഒരു സമരത്തിലേക്ക്, കാരണം ഇങ്ങനെ തീവെപ്പൊക്കെ സംഘടിപ്പിക്കപ്പെടണമെങ്കിൽ സ്വാഭാവികമായ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷയത്തിൽ നിന്ന് അങ്ങനെ വരാൻ സാധ്യത ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പോലീസ് നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 FIRകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 321 പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അക്രമത്തിൽ ഏർപ്പെട്ടിരുന്നവരെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പലരും ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന അക്രമങ്ങളിൽ പരിക്കേറ്റ് റൂറൽ SPയും CEയും DYSP അടക്കമുള്ള പോലീസുകാർ ചികിത്സയിൽ തുടരുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റുമെത്തി ഫാക്ടറിയിലും തെളിവ് ശേഖരണം നടത്തി.